കൺഫ്യൂഷൻ കുറെ നേരം കൊണ്ട് പറയുന്നു. ശ്വേത, ഇതെന്താണ്? എനിക്ക് അറിയില്ല ചേച്ചി, എന്താ ഇത്? ഇവിടുന്ന് പോയപ്പോഴന്നെ ഇതിൽ ആരോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഈ 5 സുന്ദരിമാരുടെ ഇടയിൽ ഇരുന്ന് ഡാൻസോ? ആ സ്റ്റെപ്പ് ചേച്ചി ശ്രദ്ധിച്ചോ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അതും കൂടെ കണ്ടപ്പോ സഹിച്ചില്ല. അതുകൊണ്ട് അടുത്ത നിമിഷം തന്നെ ചേച്ചി ചാടി കയറി ഓടി വന്നു. മതി, ഇനി ഒരു കൺഫ്യൂഷനും ആവശ്യമില്ലാന്ന്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ എന്താ അറിയോ, എനിക്ക് എന്താ അവിടെ ഇരുന്നിട്ട് ചേട്ടൻ പറയുന്നത് അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യാൻ പോവാ. അപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുള്ളൂ ചേട്ടൻ ഒരു കൺഫ്യൂഷനും ഇല്ലാന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീകുട്ടൻ ചേട്ടന്റെ കണ്ണൊന്ന് കെട്ടണം. തൊട്ടു നോക്കാനാണോ? വേണ്ട. ഇതിൽ ആരാണ് ഇങ്ങനെ കൈ പിടിച്ചു, ജസ്റ്റ് കൈ മാത്രം ഇങ്ങനെ പിടിച്ചു പോയിട്ട് ആരാണ് ഭാര്യ എന്ന് കണ്ടുപിടിക്കണം. ആയിക്കോട്ടെ, റെഡി? ശരി, അപ്പൊ നമുക്കൊന്ന് കണ്ണ് കെട്ടാം. പറഞ്ഞോ. എനിക്ക് അത്ര കണ്ട് വിശ്വാസം ഇല്ല. ചിലപ്പം ഒത്തു അത്രേ ഉള്ളൂ. ശരി, അപ്പൊ എന്തായാലും നമുക്ക് കണ്ണൊന്ന് കെട്ടാം. പ്രോപ്പർട്ടീസ് വന്നോട്ടോ. ലാൽ ജോസേ, ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് ഇത്തിരി കഠോരമായി. ഇത് അഗ്നിപരീക്ഷയാണ്. അഗ്നിപരീക്ഷയാണ്. അത് ഈ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ചേട്ടാ, ഇത് വെക്കാൻ പറ്റുമോ? ചിത്രശലഭം. കണ്ണില് 2 ചിത്രശലഭം. ചിത്രശലഭമായിട്ട് പൂക്കളുടെ അടുത്തേക്ക് പോവാണ്. നല്ല മനോഹരമായ ആചാരങ്ങൾ. എല്ലാവരും കൈ 2 കൈ നീട്ടി വെക്കൂ. അല്ല, ഇങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ തൊടും. ചേട്ടാ ഒരു കൈ തൊട്ടാ മതി. അവർ 2 കൈ നീട്ടി വെക്ക്. ഇഷ്ടപ്പെട്ട ആചാരാണ്. അടുത്ത തൊട്ടോ. ഇതാണ് കൈ. ഇത് ഓക്കെ. അതാണോ? അതല്ലേ അടുത്ത ഇത്. ഇവിടെ തൊട്ടോളൂ. അല്ലല്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ. ഇതല്ല. ഉറപ്പാണോ? ഇതല്ല ഉറപ്പാണോ ചേട്ടാ? ഒന്നുകൂടി തൊട്ടോ, നന്നായി തൊട്ടോ. ഇല്ല. ഇതാണോ? ഇത് ഇത്തിരി കട്ടിയാണല്ലോ. ഈ കൈ സോഫ്റ്റ്, the very soft hand in the world. ഇത് അല്ലേ? ഒന്നുകൂടെ ആദ്യം തൊട്ട കൈ അവിടെ ഇല്ല. ഒന്നുകൂടെ ആദ്യം തൊട്ട കൈ ഒന്നുകൂടെ തൊടു. ആദ്യം തൊട്ട കൈ ഇവിടെ ഹാർഡാന്ന് പറഞ്ഞ കൈ അതല്ലേ? മോതിരം തൊടാൻ പറ്റില്ല, മോതിരം തൊടാൻ പാടില്ല. ഇതാണോ നോക്കട്ടെ. ഒന്നുകൂടെ കൈ വിട്ടിട്ട് ഒന്നുകൂടെ തൊട്ടെ. ഒന്നുകൂടെ വിട്ടിട്ട് തൊട്ടെ. ഇത് കറക്റ്റ്. മുമ്പിൽ വരൂ. മുമ്പിൽ വരൂ. മോനെ 36 കൊല്ലത്തെ ജീവിതം ഇന്നത്തോടു കൂടി ശരിയായി. ശരിക്കും ആ കയ്യിൽ ഞാൻ തൊട്ടില്ലേ? തൊട്ടു. അതായത് കറക്റ്റ്. അവസാനം ശ്വാസിക്കാൻ ചേട്ടൻ തൊട്ടത് കറക്റ്റ് ആയിരുന്നു. എന്നിട്ട് ഈ പേടിച്ച് വിളറി. അങ്ങനെയല്ല, സത്യത്തിൽ ചേട്ടൻ തൊട്ടു കറക്റ്റ് ആയിട്ട് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഒന്നോടെ എടുത്തിട്ട് തൊടുന്നു. അപ്പൊ ഞാൻ എന്റെ കൈ വെച്ചു. അപ്പൊ ചേട്ടൻ ആ പഴയ ഓർമ്മയില് ഇതാണ് എന്ന് പഴയ സ്വഭാവമാണ്. പഴയ സ്വഭാവം ഇത്. എന്തായാലും ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ? അത് പറ. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു ശ്രീകുട്ടൻ ചേട്ടനെ ഇങ്ങനെ കാണാൻ? സത്യം പറഞ്ഞാൽ എക്സ്പ്രഷൻസ് ഒന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ സൗണ്ടിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ലേഖ ചേച്ചീന്റെ മുഖം കണ്ടാ മതി, എല്ലാത്തിന്റെ എക്സ്പ്രഷൻ കിട്ടും. അപ്പൊ കറക്റ്റ് ആയിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. സ്പോർട്ടിംഗ്ലി അവർ രണ്ടാളും അതാണ് മെയിൻ. അപ്പൊ എന്തായാലും ഒരു കൺഫ്യൂഷനും ഇല്ല. ഇവരുടെ ആ ഒരു സ്നേഹം നമ്മൾ എന്തോ പറയണ്ടേ? എന്താ പറയൂ? ഒന്നുമില്ല. ശംഭോ മഹാദേവ.